നമസ്കാരം. ആത്മനിർഭർ ഭാരത് അഥവാ സ്വയം പര്യാപ്ത ഇന്ത്യ, ആ ഒരു സ്വപ്നത്തിലേക്കുള്ള രാഷ്ട്രത്തിന്റെ ചുവടുവെപ്പെന്നോണം നാം തദ്ദേശീയമായി ഒരു ഡ്രോൺ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. നാഗാസ്ത്ര 1 എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. കാമിക്കേസ് വിഭാഗത്തിൽപ്പെടുന്ന ഡ്രോണാണിത്, അതായത് ചാവേർ ഡ്രോൺ. ശത്രുവിന്റെ ലക്ഷ്യസ്ഥാനം തകർക്കുന്നതിനോടൊപ്പം ഇതും പൊട്ടിത്തെറിക്കുന്നു എന്നർത്ഥം. നാഗ്പൂരിലെ സോളാർ ഇൻഡസ്ട്രീസ് ആണ് ഇത് വികസിപ്പിച്ചെടുത്തത്. സോളാർ ഇൻഡസ്ട്രീസിന്റെ സബ്സിഡറി യൂണിറ്റ് ആയിട്ടുള്ള എക്കണോമിക് എക്സ്പ്ലോസീവ്സ് ലിമിറ്റഡിനായിരുന്നു ഇതിന്റെ നിർമ്മാണ ചുമതല. ഇത്തരത്തിലുള്ള 480 ഡ്രോണുകൾ നിർമ്മിക്കാനായിരുന്നു കമ്പനിക്ക് സൈന്യം കരാർ നൽകിയിരുന്നത്. ഇതിലെ ആദ്യ ബാച്ച് എന്നോണം 120 എണ്ണമാണ് PDI കഴിഞ്ഞ് കമ്പനി സൈന്യത്തിന് കൈമാറിയത്. GPS ഉപയോഗിച്ച് ശത്രുവിന്റെ ടാർഗറ്റുകൾ കണ്ടുപിടിക്കാനും അവയിൽ പ്രഹരമേൽപ്പിക്കാനും ഇതിന് സാധിക്കും. ഭാരം കുറവാണ് എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു സവിശേഷത. 30 കിലോമീറ്റർ ദൂരത്തേക്ക് വരെ ഇതിനെ തൊടുത്തുവിടാൻ കഴിയും. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കുന്ന ക്യാമറ കണ്ണുകളും ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. 1 കിലോഗ്രാം വരെ പേലോഡുള്ള സ്ഫോടക വസ്തുക്കൾ വഹിക്കാനുള്ള ശേഷിയും ഇതിനുണ്ട്. ആളില്ലാ വിമാനങ്ങളിൽ ഘടിപ്പിക്കുക വഴി ഇതിന് 4500 മീറ്റർ വരെ ഉയരത്തിൽ പറക്കാൻ കഴിയും. അതുവഴി റഡാറിൽ പതിയാതെ തന്നെ ശത്രുവിന്റെ ലക്ഷ്യസ്ഥാനത്തും എത്താം. ഒരിക്കൽ ലക്ഷ്യസ്ഥാനത്തേക്ക് തൊടുത്തു കഴിഞ്ഞാലും ആക്രമണം വേണ്ട എന്നുണ്ടെങ്കിൽ പ്രോഗ്രാം ക്യാൻസൽ ചെയ്ത് മടങ്ങി വരാനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. വളരെ കുറഞ്ഞ തരത്തിലുള്ള തരംഗങ്ങൾ മാത്രമേ സൃഷ്ടിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു സവിശേഷത. അതുകൊണ്ട് തന്നെ ഇതിന്റെ സാന്നിധ്യം ശത്രുക്കൾക്ക് അത്ര വേഗം കണ്ടുപിടിക്കാൻ കഴിയില്ല. കൊടും ചൂടും അതിശൈത്യവും ഒന്നും ഇതിന്റെ പ്രവർത്തനത്തെ ബാധിക്കുകയുമില്ല. ശത്രുക്കളുടെ ബേസ് ക്യാമ്പിനെതിരെയും നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെയുമൊക്കെ ഉപയോഗിക്കാവുന്ന നല്ലൊരായുധമാണിത്. ഇനിയത്തെ കാലത്ത് യുദ്ധങ്ങളിൽ ഡ്രോണുകൾക്ക് വലിയൊരു പങ്കാണ് വഹിക്കാനുള്ളത്. ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ഇനിയും നമ്മുടെ രാജ്യം തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.